ഹായ് ഗായ്സ്, കുറേ നാളായി വിചാരിക്കണു ഹെയർ കെയർ സ്റ്റാർട്ട് ചെയ്യണമെന്ന്. ഇന്നലെ എൻ്റെ അമ്മേൻ്റെ തല നോക്കുമ്പോൾ പറയണം, നിറച്ച് താരനവാവേ, എന്താ നീ ഇപ്പോൾ മുടിയൊന്നും ശ്രദ്ധിക്കാത്തതെന്ന്. അപ്പോഴാണ്ട ഞാൻ ശരിക്കും എനിക്ക് ബോധം വന്നത്. കുറേ നാളായി ഹെയർ കെയർ ഒക്കെ സ്റ്റാർട്ട് ചെയ്തത്. നന്നായിട്ട് ഹെയറിൽ താരനൊക്കെ നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ഒരു സീക്രട്ട് വാട്ടറാണ് ഞാൻ യൂസ് ചെയ്തിരുന്നത്. എങ്ങനെ അത് ഉണ്ടാക്കാൻ നോക്കിയാലോ, ഒരു ആഴ്ചയിൽ ഒരു 3 ദിവസമെങ്കിലും നിങ്ങൾ ഈ ടിപ്പ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. താരനും അകാലനാരൊക്കെ മാറാൻ നല്ല അടിപൊളി സാധനമാണ് കേട്ടോ. എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് ഈ സീക്രട്ട് വാട്ടർ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ. ഈ ഒരു സാധനം മാത്രം മതി. ഇത് നമ്മുടെ വീട്ടിലെ ആര്യവേപ്പ്, തക്കണ വേപ്പ് എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട് കേട്ടോ. 2 രീതിയിൽ ഇതിന് പറയാറുണ്ട്. അപ്പോൾ നന്നായിട്ട് കഴുകി എടുക്കണം. കേടുള്ള ഇലകളൊക്കെ ഒഴിവാക്കാട്ടോ. കേടുള്ള ഇലകൾ ഉപയോഗിച്ചാൽ നമ്മുടെ ഹെയർ അതുപോലെ കേടായിട്ട് വരും കേട്ടോ. കണ്ടോ, ഈ ഇല പൊട്ടിച്ചപ്പോൾ അതിനുള്ളൊരു സാധനം കണ്ടോ, ഒരു പച്ച എട്ടുകാലിയിലെ. അപ്പോൾ നിങ്ങൾ ഈ ഇങ്ങനത്തെ ഇലകളൊക്കെ പൊട്ടിക്കുമ്പോൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. ഇതേപോലത്തെ ഒരു സാധനങ്ങളൊക്കെ കാണാൻ സാധ്യത ഉണ്ട്. അപ്പോൾ നന്നായിട്ട് ഒന്ന് കഴുകി എടുക്കണം. ഞാൻ അപ്പോൾ സാധനം കണ്ടതുകൊണ്ട് തന്നെ നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. ഒരു 3-4 വട്ടെങ്കിലും കഴുകി എടുക്കുക. എന്നിട്ട് ഒരു ഗ്ലാസ്സും കുറച്ചും കൂടി വെള്ളം ഞാൻ ഒഴിച്ചിട്ട് നന്നായിട്ട് തിളപ്പിക്കാൻ വെക്കുന്നുണ്ട്. ഇത് നിങ്ങൾക്ക് തിളപ്പിച്ച് കഴിഞ്ഞതിന് ശേഷം വൈറ്റമിൻ ഇയുടെ ക്യാപ്സ്യൂൾ വേണമെങ്കിൽ പൊട്ടിച്ചൊഴിക്കാം, അല്ലെങ്കിൽ അത് അവോയ്ഡ് ചെയ്യാം. നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ മാത്രം അത് മതി. എൻ്റെ ഹെയറിലെ അകാലനരിയും അതേപോലെ തന്നെ താരനും മാറ്റാൻ സഹായിച്ച 2 ടിപ്പുകളാണ് ഉള്ളത്. അതിൽ ഫസ്റ്റ് ടിപ്പാണിത്. 2ാമത്തെ ടിപ്പ് വഴിയേ വരുന്നുണ്ട്. ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ ഞാനത് കാണിക്കാം കേട്ടോ. ഞാൻ എപ്പോഴാണോ ആ ടിപ്പ് ഞാൻ ഹെയറിൽ യൂസ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ നിങ്ങൾക്കത് കാണിച്ചു തരാം കേട്ടോ. എന്തായാലും വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക, കാരണം നല്ല ബെസ്റ്റ് റിസൾട്ട് തന്നെയാണ് കേട്ടോ. ഇപ്പോൾ കുഞ്ഞു കുട്ടികൾ മുതൽ 2 വയസ്സ് 3 വയസ്സ് മുതലുള്ള കുട്ടികളിൽ വരെ താരം കണ്ടു തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ എൻ്റെ മാമൻ്റെ മോളുടെ തലയിലൊക്കെ ഫുള്ള് താരം. ഞാൻ എപ്പോഴും പറയും, ഈ ഒരു ടിപ്പ് ചെയ്ത് നോക്കി, ഈ ഒരു ടിപ്പ് ചെയ്ത് നോക്കുന്നു. വെറുതെ കുട്ടികൾ സ്കൂളിൽ പോണ സമയത്ത് ജസ്റ്റ് ഒന്ന് ഇതിങ്ങനെ തിളപ്പിച്ചിട്ട് തലയിൽ ഒഴിച്ച് കൊടുത്താൽ, കഴുകി കളഞ്ഞാൽ മതി. വേറെ ഒരു കുഴപ്പമില്ല. എന്താ പറയുക, സൈഡ് എഫക്റ്റോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഹെയർ ഡാമേജോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പം ഞാൻ പിന്നെ ഡബിൾ ബോയിലിംഗ് ആണ് കേട്ടോ ചെയ്യണത് ഹെയറിൽ. എൻ്റെ നിങ്ങൾ ഏത് എണ്ണയാണോ തലയിൽ തേക്കുന്നത് വെച്ചാൽ ആ എണ്ണ യൂസ് ചെയ്തിട്ട് നിങ്ങൾ എന്താ പറയുക, ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കുക. അപ്പോൾ കുറച്ചും കൂടി ഹെയർ ഗ്രോത്ത് ആവാനും ബ്ലഡ് സർക്കുലേഷൻ കൂടാനൊക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. എന്നിട്ട് ഒരു 5 മിനിറ്റോളം നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കട്ടെ ഹെയറിൽ. എൻ്റെ ഹെയർ ഒരു വൃത്തികെട്ട ഹെയറാണ്. എനിക്ക് ഇഷ്ടമല്ലാത്തൊരു ഹെയറാണ് എൻ്റെ. എനിക്ക് ഈ ചുരുണ്ടമുടി എന്ന് പറഞ്ഞ സാധനം എനിക്ക് ഇഷ്ടമല്ല കേട്ടോ. പക്ഷെ എന്താ ചെയ്യുക, നമുക്ക് ചുരുണ്ടമുടി ആയിപ്പോയി. അപ്പോൾ ചുരുണ്ടമുടി ഉള്ളവരൊന്നും പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കൂടുതൽ എന്താ പറയുക, ഉള്ളില്ലെങ്കിലും ഉള്ളു തോന്നിക്കാൻ ചുരുണ്ടമുടി ബെസ്റ്റാണ് കേട്ടോ. അതെനിക്ക് അനുഭവമുള്ള കാര്യമാണ്. പിന്നെ എനിക്ക് 2 രീതിയിലാണ് എൻ്റെ ഹെയർ നിൽക്കുക. തല നനയ്ക്കുന്നതിന് മുന്നേ ഒരു രീതിയിലും തല നനച്ച് കഴിഞ്ഞ വേറൊരു രീതിയിലായിട്ട് വേറൊരു സ്ട്രക്ചറിലാണ് എൻ്റെ ഹെയർ ഉണ്ടാവുക. ഇപ്പം നല്ല ഉള്ളു തോന്നിക്കെങ്കിലും തല നനച്ച് കഴിഞ്ഞാൽ എൻ്റെ മുടിക്ക് തീരെ ഉള്ളില്ലാത്ത പോലെയാണ് തോന്നുക. പക്ഷെ വലിയ കുഴപ്പമൊന്നുമില്ല. എനിക്ക് ഇത്ര മുടിയേ ഉണ്ടായിരുന്നില്ല. എന്നുവെച്ചാൽ പണ്ട് എനിക്ക് നല്ല മുടി ഉണ്ടായിരുന്നു. 2 കൊമ്പൊക്കെ കെട്ടി പോകുമ്പോൾ 7ലും 8ലൊക്കെ പഠിക്കുമ്പോൾ നല്ല ഉള്ളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എൻ്റെ മുടിക്ക്. ഞാൻ 9ൽ പഠിക്കുന്ന സമയത്ത് എൻ്റെ മാമനുണ്ടല്ലോ, മാമന് അസൂയ തോന്നിയിട്ടാണോ എന്താണെന്ന് എനിക്കറിയില്ല, എൻ്റെ മുടി ഷോൾഡർ വരെ വെച്ചൊരൊറ്റ കട്ട് ചെയ്തു. തുമ്പ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ മുടിയൊക്കെ വിടർത്തിയിട്ട് അമ്മേൻ്റെ അടുത്ത് പോയി നിന്നത്. അമ്മ എന്തോ ഒരു ആവശ്യത്തിന് ഉള്ളിലേക്ക് പോയപ്പോൾ എൻ്റെ മാമൻ എന്ത് ചെയ്തെന്നറിയോ, ആ കത്രിക എടുത്തിട്ട് ഷോൾഡർ വരെ ഗ്രില്ലിൻ്റെ പുറത്തായിരുന്നു ഞാൻ നിൽക്കുന്നുണ്ടായിരുന്നത്. ഗ്രില്ലിൻ്റെ ഉള്ളിലിരിക്കണ മാമൻ അതിൻ്റെ ഉള്ളിൽ കൂടെ കൈയിട്ടിട്ട് എന്താ പറയുക, കത്രിക എടുത്തിട്ട് എൻ്റെ ഷോൾഡർ വെച്ചിട്ട് മുടി അങ്ങ് വെട്ടിക്കളഞ്ഞ്. അന്ന് കരഞ്ഞൊരു കരച്ചിലുണ്ട് എനിക്ക് സഹിക്കാൻ പറ്റിയിട്ടില്ല. കാരണം അത്ര എനിക്കിഷ്ടമാണ് മുടി എന്ന് പറയണത്. എൻ്റെ ഒരു കൈ ഉണ്ടല്ലോ, എൻ്റെ ഈ കൈയിൻ്റെ വലുപ്പം ഉണ്ടായിരുന്നു ആ മുടിയുടെ നീളത്തിന്, വെട്ടിമുറിച്ച മുടിയുടെ നീളത്തിന്. അവിടുന്ന് ഇത്രയും ഒരു നീളം എത്തിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ പ്രഗ്നൻസി സമയത്ത് നല്ലോണം മുടി പോയിട്ടുണ്ട്, ഹെയർ ഫോൾ ഉണ്ടായിട്ടുണ്ട്, ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിനൊക്കെ എനിക്ക് എന്താ പറയുക, ഇങ്ങനെ ഉണ്ടാക്കാനൊരു ആഗ്രഹം. ചില സമയത്തൊരു ബോധം വരും, മുടി നന്നായിട്ട് നോക്കണം. ആ സമയത്ത് നോക്കുമ്പോൾ നന്നായിട്ട് ഉണ്ടാവും ചെയ്യാറുണ്ട് കേട്ടോ. പിന്നെ ഞാനിതാ ഈ ഒരു വാട്ടർ ഞാൻ ഹെയറിൽ യൂസ് ചെയ്ത് കൊടുക്കുകയാണ്. ഒന്നുമില്ല, ജസ്റ്റ് ഒന്ന് എടുത്തിട്ട് എല്ലായിടത്തും ഒന്ന് തേച്ച് കൊടുത്താൽ മതി. എന്നിട്ടൊരു 10 മിനിറ്റോളം 10 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 5 മിനിറ്റോളം ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട്
നന്നായിട്ട് കെട്ടി വെക്കുക. എന്നിട്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഹെയർ വാഷ് ചെയ്ത് കളയണമായിരിക്കും നല്ലത്. നിങ്ങൾക്ക് അപ്പോൾ അഥവാ നീരിറക്കം അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഒരു 5 മിനിറ്റ് വെച്ചാൽ മതി. നീരിറക്കമൊന്നും ഇല്ലാത്ത ആൾക്കാരാണെന്ന് ഒരു 15 മിനിറ്റ് 20 മിനിറ്റ് ഒക്കെ വെക്കണത് നന്നായിരിക്കും കേട്ടോ. എനിക്ക് എൻ്റെ ഈ അനുഭവം നിങ്ങളോട് ഷെയർ ചെയ്യാൻ കാരണം മുടിയില്ലാത്ത എത്രയോ പേരുണ്ട് അല്ലേ. മുടി വളർത്താൻ ശ്രമിച്ചിട്ട് മുടി വളരാത്ത ഒരുപാട് പേരുണ്ട്. അവർക്കൊക്കെ ഭയങ്കര വിഷമമായിരിക്കും. അതേപോലത്തെ ഒരു ഭയങ്കര അനുഭവമായിരുന്നു എൻ്റെത്. ഇനി പറഞ്ഞിട്ട് കാര്യമല്ലോ. ഇപ്പോൾ ഇതാ ആ ഒരു ലെങ്ത്തിലേക്ക് തന്നെ എത്തിയിട്ടുണ്ട്. പക്ഷെ ഉള്ളു കുറവാണ്. ഇനിയിപ്പോൾ നമുക്ക് ഇനി ഉള്ളു വെപ്പിക്കണം. ഉള്ളുണ്ടായിരുന്നു എനിക്ക് മുടിക്ക്. പ്രഗ്നൻസി സമയത്ത് ഒക്കെ ഉള്ളൊക്കെ പോയത് നല്ല മുടി കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനിതാ ഹെയറിൽ ഒരു 10 മിനിറ്റൊക്കെ വെച്ചിട്ട് കുളിച്ച് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മുടി നന്നായിട്ട് ഉണങ്ങിയിട്ടൊന്നുമില്ല. അപ്പോൾ ഇതാ എനിക്ക് നന്നായിട്ട് ബേബി ഹെയർസ് ഉണ്ടാവുന്നുണ്ട് കേട്ടോ. ഞാൻ മറ്റേ ആൽപ്സ് ഗുഡ്നെസ്സിൻ്റെ റോസ്മേരി വാട്ടർ ഞാൻ കണ്ടിന്യൂസ്ലി 1 മന്ത് യൂസ് ചെയ്തായിരുന്നു. അപ്പോൾ നന്നായിട്ട് ബേബി ഹെയർസൊക്കെ മുളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ അത് കാരണം അത് ഒന്നും കൂടി വളർന്നിട്ടില്ലെങ്കിൽ ഒരു വൃത്തികേടായിട്ട് നിൽക്കും. പിന്നെ അത് വളർത്താനുള്ള ടിപ്പുകളൊക്കെ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാട്ടോ. ഇതുപോലെ ടിപ്പിനായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റാ ബൈ ബൈ, സീ യു.